പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ഇന്നത്തെ നമ്മുടെ യാത്ര പാണൻകുഴി എക്കോ ടൂറിസം പെരുമ്പാവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അവിടുത്തെ ചേച്ചി അപ്പോൾ ടിക്കറ്റൊക്കെ തന്നിട്ട്, ഈ ചേച്ചി തന്നെയാണ് ടിക്കറ്റ് തന്നത്. വന്നിട്ട് ഇത് തുറന്നു തരികയാണ്. അപ്പോൾ ഇതുവഴി നേരെ താഴേക്ക് പോകണം. അഭയാരണ്യത്തിൻ്റെ ഭാഗമാണത്. അഭയാരണ്യം മറ്റേ ആനകളുടെ പരിപാലന കേന്ദ്രമില്ലേ, അത് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഒരു ദിവസമൊക്കെ പോയിട്ട് നമുക്ക് വരാം. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കാട്ടിലേക്ക് കയറുവാണ്. അപ്പോൾ അതിനുള്ളൊരു അടയാളമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വഴിക്ക് നമ്മളിങ്ങനെ നടന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. നടന്നാണ് നമ്മൾ ഇതുവഴി അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ മൊത്തം മരങ്ങളാണ്, നല്ല ഗ്രീനറിയാണ്. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നല്ല സമാധാനം കിട്ടും. ടെൻഷനൊക്കെ ഉള്ളവർ ഒന്ന് ജസ്റ്റ് ഇതുവഴിയൊക്കെ നടന്ന് ഇതുവഴി ചെന്ന് ഇനി അപ്പുറത്ത് ചെല്ലുമ്പോൾ അതിലും ബ്യൂട്ടിഫുൾ ആണല്ലോ. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. കുട്ടികളൊക്കെയാണ് ഇതിൽ ഓടി നടന്ന് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല വൈബാണ് ഇവിടെ. എന്ത് വലിയ മരങ്ങളാണെന്ന് ഇവിടെ. മൊത്തം വലിയ മരങ്ങളാണ്. ആകാശം മുട്ട ഇങ്ങനെ വളർന്നു നിൽക്കുക. ആരെയും ശല്യമില്ലാതെ ഇങ്ങനെ കാട്ടിൽ വളർന്ന് നിൽക്കുകയാണ്. നല്ല രസമാണ്. മുകളിലേക്കൊക്കെ നോക്കിയാൽ സൂര്യപ്രകാശം ഇറങ്ങി വരുന്നില്ല. മാതിരി ഇലകളാണ് മുകളിൽ. നല്ല തണലാണ് എപ്പോഴും. ഈ മരമൊക്കെ എന്തൊരു വലുപ്പമാണെന്നറിയോ? നമ്മുടെ ക്യാമറയിൽ അത്ര വിസിബിൾ ആണോ എന്ന് സംശയമുണ്ട്. നേരിട്ട് കാണാൻ ഭയങ്കര വലുപ്പമുള്ളൊരു മരമാണിത്. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇങ്ങനെ അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. ഒരു കാഫ്റ്റേരിയ ഒക്കെ ഉണ്ട് അവിടെ ഐസ്ക്രീം, ചായ, അതേപോലെ കോഫിയൊക്കെ നമുക്ക് കഴിക്കാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലൊന്നാണ് ഈ ഏറുമാടം. ഇതിൻ്റെ മുകളിൽ കയറുന്ന നമുക്ക് പാണൻകുഴിയുടെ നല്ല വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് മുകളിലേക്ക് പതുക്കെ കയറി പോകാം. ഇതിൻ്റെ കപ്പാസിറ്റിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 പേർക്കാണ് ഒരേ സമയം അവിടെ നിൽക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. പാണൻകുഴിയുടെ മൊത്തം വ്യൂ ഇവിടെ നിന്നാൽ കാണാം.
ഇതാണിപ്പോൾ പാണൻകുഴിയിലെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ ഇറങ്ങി വന്നാൽ നമുക്ക് ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. അധികം ആഴമൊന്നുമില്ല. അതുപോലെ ഇവിടെ നല്ല രസമുള്ള അംബ്രലകളൊക്കെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് തണലിന് വേണ്ടി. ഇപ്പോൾ വെയിലുള്ളപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കസേര ഇട്ടിട്ടുണ്ട്. അവിടെ വന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആഴം കുറഞ്ഞ ജലാശയം പോലെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വരെ ഇറങ്ങാം. പിന്നെ വലിയ കിടങ്ങൊന്നുമില്ല എന്ന് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. പുള്ളി അത് പറഞ്ഞു തരും. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ പെരിയാറാണ് കേട്ടോ. പെരിയാറിൻ്റെ ഒരു മുഖമാണിത്. ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മുടെ ആലുവയിലൊക്കെ വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. പെരിയാറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളും അതേപോലെ ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. അവധി ദിവസമൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. തൊട്ടപ്പുറത്ത് വേറൊരു ഏറുമാടമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് പതുക്കെ നടക്കുന്നത്. പിന്നെ ഇത് ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയ ആണ് കേട്ടോ. 5 മണി വരെയാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. വനം വാച്ചർമാർ വരും രാത്രി. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ രാത്രി 5 മണിക്ക് ശേഷം ഇതിൽ കറണ്ട് പാസ് ചെയ്യണതാണ്. അതുകൊണ്ട് അങ്ങോട്ട് ആ സമയത്തൊന്നും കടത്തി വിടില്ല. ഇവിടെ മൊത്തം ഇങ്ങനെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ഏറുമാടം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലും കയറി ആ പരിസരമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോകാം. ഇവിടെയൊക്കെ മൊത്തം കാടിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഈ ചീവീടുകളൊക്കെ കരയണേ. ഞാൻ ആ സൗണ്ട് കേൾപ്പിച്ചതാട്ടോ. പിന്നെ അവിടെ മരങ്ങളിലൊക്കെ ഇങ്ങനെ വള്ളികൾ പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ വള്ളിയിലൊന്നും കയറി പിടിക്കരുത്. ചില വള്ളികളിൽ നല്ല മുള്ളുണ്ടാവും. ഈ കാണുന്ന വള്ളിയിൽ നല്ല മുള്ളായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ കാടിൻ്റെ അകത്തെ കൂടി വന്ന വഴിക്കല്ല പോകണേ, തിരിച്ച് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ബസ് സർവീസ് ഉണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ബസ് വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ഈ പാണൻകുഴി വരുന്നത്. ഇതിൻ്റെ ഒരു 1-1.5 കിലോമീറ്റർ അപ്പുറമാണ് അഭയാരണ്യം. കോടനാട് അഭയാരണ്യം എന്ന് കേട്ടിട്ടില്ലേ? ആന വളർത്തൽ കേന്ദ്രമാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത് രണ്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു 1 ഡേ വേണമെങ്കിൽ ആക്കാം. പിന്നെ ഇവിടെ വന്ന് കുളിച്ച് കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ വളരെ രസമുള്ളൊരു ഡേ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതേപോലെ ചെയ്യുന്ന ചെറിയ ചെറിയ യാത്രകൾ നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ പിന്നീട് കാണാം. ഓക്കെ, ബൈ ബൈ.